നല്ല സിനിമകൾ ചെയ്യണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ അത്തരത്തിലുള്ള നല്ല സിനിമകൾ ഒരു സ്പെഷ്യൽ എൻട്രി സ്പെഷ്യൽ എൻട്രി നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഹായ് ഭയങ്കര സക്സസ്ഫുൾ പ്രൊഡ്യൂസറായി ഇനി ഒരു ഡയറക്ടർ ആവട്ടെ, ആ സിനിമയിൽ എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നത്. ആക്ച്വലി നിഷാദിക്ക എന്നെ ഒരു 4-5 പടത്തിന് വിളിച്ചിട്ട് ഞാൻ പോയില്ല. ഓരോന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞല്ല ഞാൻ ആക്ച്വലി അസോസിയേറ്റ് എന്ന് പറയും ചേട്ടാ എന്നാൽ പിന്നെ 2 ലൈൻ മുമ്പേ വായിക്കും. ഈ 2 ലൈനൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. നമ്മൾ ഈ വലിയ ഡയലോഗ് ആയിരിക്കും, ഈ 2 ലൈൻ തന്നെ പറയുന്ന വലിയ പാടുവിട്ടാണ്. അപ്പോഴാണ് 10 ലൈൻ. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് ഈ പറഞ്ഞ തന്നെ വീണ്ടും പറയാം. അപ്പൊ അത് കറക്റ്റായിട്ട് പറയും. ബാക്കി ഇതിൻ്റെ വേണ്ടത് തെറ്റും. അതാണ് കുട്ടി ചോദിച്ചത്, ഈ നമ്മൾ പറഞ്ഞ ലോണും റെന്റൊക്കെ അടഞ്ഞു പോകാനേ അതിനെന്ത് നമ്മൾ ചെയ്യുന്നു എന്നാണ് കുട്ടി ചോദിച്ചത്. ഈ ട്രോൾ മെറ്റീരിയലൊക്കെ ഇപ്പോഴാണ് നിങ്ങളൊക്കെ കുറെ കൂടുതൽ കാണുകയും നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനു മുമ്പ് സിനിമ പാരഡൈസോ ക്ലബ്ബ് പോലുള്ള ക്ലബ്ബിലൊക്കെ ഷൈജുവിനെയൊക്കെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴൊക്കെ സങ്കടമുണ്ട്. അതേ ക്ലബ്ബുകാർ ഇന്ന് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സൈജു കുറുപ്പാന്ന് പറയുമ്പോൾ എത്രമാത്രം സൈജു കുറുപ്പ് ഒരു ആക്ടർ എന്ന നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. സ്പോർട്സ് ആയിരുന്നു, നാഷണൽ ഹാൻഡ്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷെ ഒന്നും എത്തിയിട്ടില്ല. കുടുംബം, പിള്ളേരെ അങ്ങനെ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് എനിക്കറിയില്ല, ദൈവത്തിന് നേരിട്ട് വന്ന എല്ലാവരെയും എൻ്റെ ഭൂമിയിലെ ദൈവമായിട്ട് ഞാൻ കാണുന്ന ആളാണ് ശ്രീനേട്ടൻ. ശ്രീനേട്ടൻ എന്നൊരാൾ കാരണമാണ് ഇന്ന് ഞാനിന്ന് ഇവിടെ എനിക്ക് എൻ്റെതായ പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ വരെ പറ്റുന്നതും. ഹായ് ഹലോ നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ലർക്ക് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ലർക്ക് ഇപ്പോൾ ഓൾറെഡി തന്നെ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുത്തു, അവാർഡുകൾ കിട്ടി. അതുകൊണ്ട് ആളുകൾ വെയിറ്റ് ചെയ്യാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ലർക്ക് എന്താണ് പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ഞാനാണ് പറയുന്നത്. ലർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പതിയിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ഇഷ്യൂ ആണ്, ഒരു ഇഷ്യൂ ബേസ്ഡ് സിനിമയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഹൂ ഇസ് ദ റിയൽ പ്രെഡേറ്റർ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മനുഷ്യനാണോ മൃഗമാണോ, ആരാണ് അതിക്രമിച്ച് കയറുന്നത് എന്നുള്ളൊരു വിഷയം. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിന് കുറച്ച് വ്യത്യസ്തത വരുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേര് തന്നെ നമ്മൾ ചൂസ് ചെയ്തത്. ലർക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മലയാള സിനിമയുടെ ഒരു ടൈറ്റിൽ വരുമ്പോൾ അതെന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവും. കൂടുതലും ഞാൻ എൻ്റെ ജെൻസി കിഡ്സിനോടാണ് അത് ആഗ്രഹിക്കുന്നത്. അവരെ ഫോക്കസ് ചെയ്താണ് ടൈറ്റിലിട്ടത്. അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ഒരുപാട് പേര് സെർച്ച് ചെയ്തിരുന്നു വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലർക്ക് എന്നുള്ളതിന്. അപ്പോൾ അത് ഇരിക്കാൻ തന്നെയാണ്. അപ്പോൾ ഈ സിനിമ ഇതിന് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് മൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. വനവാസ മേഖലകളിൽ മാത്രമല്ല, വനമേഖലയിൽ ജോലി ചെയ്യുന്ന കർഷകർക്ക് മാത്രമല്ല, അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, ഇപ്പം നഗരപ്രദേശങ്ങളിലേക്കും കൂടി വന്യജീവിയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. കർഷകർ അവരുടെ കൃഷിയിടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഭീതി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കാട്ടാനയുടെ ശല്യം വർഷങ്ങൾക്കൊക്കെ മുമ്പൊക്കെ നമുക്ക് 1-2 വാർത്തകളായിരുന്നു. ഇത് ഡെയിലി ബേസിൽ ഓരോരുത്തർ വെച്ച് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും അത് അഡ്രസ്സ് ചെയ്യപ്പെടണമെന്ന് തോന്നി. അത് കൊമേഴ്ഷ്യൽ ഇൻഗ്രീഡിയൻസോടുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ജനങ്ങളെല്ലാവരും കാണണം എന്ന ആഗ്രഹത്തിലാണ് ലർക്ക് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ലർക്കിന് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഫെസ്റ്റിവൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് ഫെസ്റ്റിവൽ മൂവിയല്ല. പക്ഷേ ഇതിൻ്റെ വിഷയം ഒരു അക്ലമേഷൻ, ആളുകൾക്ക് അല്ലെങ്കിൽ അവർ കൂടുതൽ അപ്ലോസ് ചെയ്യുന്നൊരു വിഷയമായതുകൊണ്ട് ഞങ്ങളിത് പല ഫെസ്റ്റിവലിലേക്ക് പലയിടത്തും നമുക്ക് അതിനുള്ളൊരു പറഞ്ഞൊരു അക്ലമേഷൻസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ലർക്ക് സ്വാഭാവികമായിട്ടും തിയേറ്റർ വാച്ചാണ്. കാര്യം ഡോൾബി അറ്റ്മോസിലാണ് ഞങ്ങളിത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആന ഉൾപ്പെടെയുള്ള ലൈവ് ചെയ്തു. പിന്നെ ഗ്രാഫിക്സിനും അത്യാവശ്യം ഇമ്പോർട്ടൻസൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു സിനിമയും മെസ്സേജ് കൊടുത്തിട്ട് കാര്യമില്ല. മെസ്സേജ് കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടുണ്ടായിരുന്നു. അതിലൊന്നും കാര്യമില്ല, അത് മനസ്സിലായി. അഡ്രസ്സ് ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇത് എത്തുക എന്നുള്ളതാണ്. ഇത് ഒരു കഥ രൂപപ്പെട്ടെന്നൊരു പത്രവാർത്ത എന്നാണ്. അപ്പം ഒരു പത്രവാർത്തയിൽ കാട്ടാനയുടെ ആക്രമണം കൊണ്ട് മരണപ്പെട്ട ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് അനുഭവിക്കുന്ന വേദന,
അവർ രണ്ടുപേരേ ഉള്ളൂ, മക്കൾ പോലും ഇല്ല. അവിടെ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്തൊരു കഥയാണ്. പിന്നെ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. ഇപ്പോൾ വന്യജീവിയുടെ ആക്രമണം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതൊരു വിഷയം തന്നെയാണല്ലോ. അപ്പോൾ വനം എപ്പോഴും അവരുടെ ആവാസ കേന്ദ്രമാണ്, വനം അവരുടേതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് വനമേഖലയിലുള്ള കർഷകർ അവർ മനുഷ്യരാണ്. ഇവിടെ ആനകൾക്കും കാട്ടാനകൾക്കും വരെ, പ്രത്യേകിച്ച് കാട്ടാനകൾക്ക് വരെ ഫാൻസ് അസോസിയേഷനുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആന ചവച്ചിറച്ച് പോകുന്ന ഒരുപാട് മൃതദേഹങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ വേദനകളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ? അപ്പോൾ ഈ സിനിമയിൽ സൈജു കുറുപ്പ് ചെയ്യുന്ന ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മിനിസ്റ്റർ ക്യാരക്ടറാണ്. അപ്പോൾ സാറിന് ഒരു സിനിമ കാണുമ്പോൾ രാഷ്ട്രീയക്കാരനെ അങ്ങ് എല്ലാത്തിനും കുറ്റവാളിയാക്കി മാറ്റുക എന്നുള്ളതിൽ അതൊന്നുമല്ല. കുറച്ച് വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചാൽ പ്രാഗ്മാറ്റിക് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടും അത് പ്രാക്ടിക്കൽ ഇത് വേണമല്ലോ ഒരു സിനിമ ചെയ്യുമ്പോൾ. അപ്പോൾ KKR എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ, വളരെ ചെറുപ്പക്കാരനാണ്, വളരെ വിഷനുള്ള ഒരാളാണ്, പോസിറ്റീവ് അപ്രോച്ചുള്ള ഒരാളാണ്. അതാണ് സൈജുവിൻ്റെ ക്യാരക്ടർ പറയുന്നത്. അതേപോലെ തന്നെ പ്രശാന്ത് ചെയ്യുന്നത് ഷിജുമോൻ എന്ന് പറഞ്ഞ ഒരു റേഞ്ച് ഓഫീസറാണ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ്. ഒരുപാട് മാനസിക സംഘർഷങ്ങൾ സ്വാഭാവികമായിട്ടും വനമേഖലയിൽ പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ഓഫീസേഴ്സിനാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് റോളാണ് സ്മിനു സുജോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് അനുമോളാണ്. ഒരു സ്ത്രീപക്ഷ കഥാപാത്രവും കൂടിയാണ് അനുമോൾ. ഇതിൻ്റെ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഒരു അച്ഛൻ തമിഴനും അമ്മ ആദിവാസിയായൊരു സ്ത്രീയാണ്. അവരിലുണ്ടായ ഒരു മോളാണ്. അപ്പോൾ അവരുടെ ഒരു ഫൈറ്റും കൂടി ഈ സിനിമയിലുണ്ട്. മഞ്ജു പിള്ള ചെയ്യുന്ന ശില്പ എന്ന ക്യാരക്ടറും സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, കളക്ടറാണ്. TG രവി ചേട്ടൻ്റെ കഥ അദ്ദേഹത്തിന് മധ്യപ്രദേശിൽ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിന് കിട്ടി, യൂസഫ് എന്നുള്ള ക്യാരക്ടർ. അങ്ങനെ ഇതിൻ്റെ അകത്തൊരു അറേ ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. ഈ കഥാപാത്രങ്ങളെല്ലാവരും തന്നെ പൂർണ്ണമായിട്ടും ഈ ആക്ടേഴ്സ് അവരവരുടെ കഥാപാത്രങ്ങൾ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇപ്പം ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്ക്രിപ്റ്റുകൾ കിട്ടുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമല്ലോ. ഈ കഥ കിട്ടിയ സമയത്ത് എപ്പോഴും ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാറില്ലേ എന്ന് ചിന്തിക്കാറുണ്ട്. ഇത് എല്ലാ കാലത്തും വാർത്തകളിൽ മൃഗങ്ങളുടെ കൂടെയാണോ മനുഷ്യരുടെ കൂടെയാണോ ആരാണ് തെറ്റ് എന്ന രീതിയിൽ ഈ വിഷയം നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ സിനിമ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് മാറിയിട്ടുണ്ടാവുക? ഇതിൻ്റെ അകത്ത് ആക്ച്വലി അത്രയും സീൻസിലില്ല ഞാൻ. നിഷാദേട്ടൻ ഒരു പടം ചെയ്യുന്നു, അതിൻ്റെ അകത്ത് കഥാപാത്രം എന്നോട് പറഞ്ഞു. പിന്നെ ഒരു ഓവറോൾ ഒരു ഐഡിയ എനിക്ക് സിനിമയെ പറ്റി തന്നായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടിപ്പം ഷിജന പറഞ്ഞ പോലെ ഈ മനുഷ്യനാണോ കറക്റ്റ് അല്ലെങ്കിൽ മൃഗങ്ങളാണോ എന്നുള്ളത്, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം ആരാണ് കുഴപ്പക്കാരെന്നുള്ളത്. അല്ല, ഇപ്പം വനത്തിൽ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പണ്ടിങ്ങനെ സംഭവിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അത് സംഭവിക്കുന്നു. അത് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് കൈകറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് വിഷയം. സോ ഈ പടം വർക്ക് ചെയ്തത് കൊണ്ട് ഔട്ട്ലുക്ക് മാറിയിട്ടില്ല. ബട്ട് ദെൻ ഡെഫിനറ്റ്ലി ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമ്മൾ ബോധവാന്മാരാവും ഇതിനെക്കുറിച്ചൊക്കെ. നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ സിനിമ കഴിഞ്ഞ ശേഷം ഒരു പോയിന്റ് ഓഫ് വ്യൂ മാറിയത് എങ്ങനെയായിരിക്കും? അല്ല, എനിക്ക് സൈജു പറഞ്ഞ അതേ സെയിം അഭിപ്രായം തന്നെയാണ്. അതിൽ മാറ്റമൊന്നും. സിനിമ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഏരിയയിൽ വന്നു, ടോട്ടാലിറ്റി എന്താണെന്നുള്ളത്, ടോട്ടാലിറ്റിയിൽ എന്താണ് നിഷാദൊക്കെ പറയാൻ ഉദ്ദേശിച്ചെന്നുള്ള സിനിമ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. കാരണം ഒരു ഏരിയയിൽ ഞങ്ങളില്ല, അവിടെ നിഷാദൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു നിഷാദേട്ടൻ്റെ രണ്ട് ഒന്നല്ലേ മറ്റേത് അനുവിടെ. അപ്പം അങ്ങനെ അതിന് ആ ഏരിയയിലാണ് ഞാൻ കണ്ടതും സൈജു കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മന്ത്രിയുടെ അടുത്ത് വരുന്ന പരാതിയും അവരുടെ അടുത്ത് വരുന്ന പ്രശ്നങ്ങളും അത് തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് നമ്മുടെ സ്മിനുവിൻ്റെ അടുത്തേക്കും എൻ്റെ അടുത്തേക്കും ഒക്കെ വന്നിട്ടാണല്ലോ ഇത് പിന്നെ മേലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു ഒരു ഇഷ്യൂ ആയിട്ട് മാറുമ്പോഴാണ് മിനിസ്റ്ററിലേക്കൊക്കെ എത്തുക.
അപ്പോൾ അത് മാത്രമേ ഞങ്ങൾക്കും അറിയത്തുള്ളൂ സത്യം പറഞ്ഞാൽ. ഈ സിനിമ കാണുമ്പോൾ ഇതിനകത്തെ ചുഴികൾ എന്തൊക്കെയുള്ളതാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അത് നിഷാദ് മാത്രമുള്ള ചില സീനുകളാണ്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ അതുകൊണ്ട് സിനിമ കാണുമ്പോൾ അറിഞ്ഞാൽ മതിയടാ എന്നുള്ളൊരു ലൈനിലാണ്. ഈ ഡയറക്ടറായിരിക്കുമ്പോൾ തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴേ ഇപ്പം കൂടെ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടിട്ട് ഞെട്ടിപ്പോയ മൂമെന്റ്സ് ഉണ്ടോ? കണ്ടിട്ട് ചിരിച്ചു പോയിട്ടുള്ള മൂമെന്റ്സ് ഞെട്ടിട്ടില്ല. എങ്ങനെയാന്ന് വെച്ചാൽ വളരെ ഇമോഷണലായിട്ട് ചില ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ അതാണ് മനുഷ്യൻ കട്ടേറ്റ് രണ്ടും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇല്ലില്ല, ഇത് ഈ ആക്ഷൻ എന്നുള്ളത് നിഷാദ് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചീഫിനെ ഏൽപ്പിക്കും. ചീഫ് ആക്ഷൻ പറയും. പക്ഷെ ചീഫിന് കട്ട് പറയാൻ അറിയത്തില്ല. കാരണം നിഷാദ് അഭിനയിച്ച് തീർന്നു നീ കട്ട് പറഞ്ഞ ഞാൻ അഭിനയിച്ച് തീർന്നു കട്ട് പറഞ്ഞു. അതുകൊണ്ട് നിഷാദ് ഖാനെ അഭിനയിച്ച് അങ്ങനെ തീർത്തിട്ട് പുള്ളി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് കടേ അത് കാണാൻ നന്നായിരിക്കും. അത് കണ്ട് ചിരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എങ്ങനെയാ കൊണ്ടുപോവാ ഒരേ സിനിമയില്? ഞാൻ അഭിനയൊക്കെ എന്ത് അഭിനയം എന്ന് പറയുന്നതേ, അഭിനയം ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എനിക്ക് സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്യൂമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ കണ്ട് ഒരുപാട് അക്ലമേഷനൊക്കെ കിട്ടി. അന്വേഷണത്തിൻ്റെ തുടക്കമെത്തുമ്പോൾ ഞാൻ എൻ്റെ കഥാപാത്രം ദിലീഷ് പോത്തനെയാണ് ഉദ്ദേശിച്ചത് ആദ്യം. അപ്പോൾ ദിലീഷിന് ഡേറ്റ് ഇല്ലാതെ വന്നു. പിന്നീടാണ് ഞാൻ ചെന്ന് ചെയ്യാൻ തീരുമാനമെടുത്തത്. അപ്പോൾ ഈ ആക്ടിങ്ങും ഡയറക്ഷനും എനിക്ക് കോൺഫിഡൻസ് ഉള്ള ക്യാരക്ടർ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എല്ലാവർക്കും പിന്നെ ഞാൻ തീരുമാനം എടുത്ത് തന്നെ അഭിനയിച്ചതാണ്. കാര്യം അന്വേഷണത്തിന് തുടക്കം കഴിഞ്ഞപ്പം ആവശ്യമില്ലാതെ സിനിമയ്ക്കെതിരായിട്ട് ഭയങ്കരമായിട്ടൊരു സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പം ഇയാൾക്ക് എവിടെ നിന്നാണ് പ്രൊഡ്യൂസറെ കിട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ തന്നെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറായിട്ട് വന്ന ആളാണ്. എൻ്റെ 25ാമത്തെ വയസ്സിൽ മമ്മൂട്ടി വെച്ചാണ് പടം പ്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ആക്ടറായത് 8 അറിയാമോ? ഒരാൾ മാത്രം. ഒരാൾ മാത്രം എന്ന് പറഞ്ഞ് സത്യനന്ദിക്കാട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് നിഷാദ് ഖാൻ. അപ്പം അതുകൊണ്ട് ഡ്രീംസ് ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം എനിക്കത് ഒരു വിഷയമുള്ള കാര്യമല്ല. ഇതിനകത്ത് പാട്ടും പാടിയിട്ടുണ്ടല്ലോ. അതിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രശാന്ത് എല്ലാം കൂടെ ഉള്ള ഒരു സീക്വൻസിൽ സുദീപും നസീറും ഞാനും എൻ്റെ പോർഷൻ ഞാൻ പാടി, അത്രേ ഉള്ളൂ. ഇതിപ്പം ആക്ടേഴ്സ് പറയാറുണ്ട് ഡയറക്ടേഴ്സ് എല്ലാം കൂടി സിനിമയിൽ അഭിനയിച്ച് നമുക്ക് അവസരമില്ലാതെ പൊതുവെ കേൾക്കാറുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമയിലുള്ള ഏക ഒരു ആശ്വാസം എന്ന് വെച്ചാൽ നിഷാദ് കുറെ പേരുടെ അവസരങ്ങളെ ശ്രമിച്ചിട്ടുണ്ട്. അത് അഭിനയിച്ച അഭിനേതാക്കളുടെ അവസരം കളയുന്നു, സംവിധാനം ചെയ്ത സംവിധായകരുടെ അവസരം കളയുന്നു, പാട്ട് പാടി ഗായകരുടെ അവസരം കളയുന്നു. അതൊക്കെ ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് വെക്കാതല്ലാതെ അതിനൊരു കാര്യമൊക്കെ എടുക്കണ്ട. ഇതിപ്പോ ഒരു കാട് പശ്ചാത്തലമായിട്ടുള്ള വരുന്ന സിനിമയാകുമ്പോഴേ മുഴുവനും ഇപ്പൊ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ കാണുമ്പോൾ കാടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കാട്ടിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ? കാടിൻ്റെ അകത്തെന്നുള്ളതല്ല, കാടിനോട് ചേർന്ന് ജീവിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട്. പ്ലാന്റേഷനും അങ്ങനെയുള്ള പട്ടണങ്ങളുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുനലൂർ, എൻ്റെ അമ്മയുടെ വീട് പുനലൂർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ തെന്മല കഴിഞ്ഞാൽ കാടാണ്. അതൊരു പട്ടണമാണ്, അവിടെ ഒരു പഞ്ചായത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. വയനാട് ആണെങ്കിൽ മിക്കവാറും എനിക്കൊന്ന് ആലപ്പുഴ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും കാടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പത്തനംതിട്ട തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം ഉണ്ട്, പെരുമ്പാവൂരുണ്ട്, തൃശ്ശൂരുണ്ട്, കോതമംഗലമുണ്ട്. അത് കറക്റ്റാ. ആലപ്പുഴ ഒഴികെ മലപ്പുറം, നിലമ്പൂരുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ആലപ്പുഴ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഈ പറയുന്ന കാടുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന, പിന്നെ വനമേഖലയോട് ചേർന്നാണ് പിന്നെ ആളുകൾ താമസിക്കുന്നത്. അവിടെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നതും ഈ വന്യജീവി പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതൊരു വന്യജീവി പ്രശ്നം മാത്രം അഡ്രസ്സ് ചെയ്യുന്നതല്ല, ഇതിൻ്റെ മനുഷ്യൻ്റെ ഇമോഷൻസിനെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പം ചൂഷണം ചെയ്യുന്നവരുടെ സ്വാഭാവികമായിട്ടും സിസ്റ്റമാണോ ഈ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും ആണോ, അതിനെ ഒരു വേറൊരു ആംഗിളിൽ നമ്മൾ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ സിനിമ. ഈ പോസ്റ്ററിൽ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫേസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ സെറ്റ് പൊതുവെ ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ചുകൂടി സീരിയസ് ആവണം അങ്ങനെ സീരിയസ് ആക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് അല്ല, നോർമലായിട്ട്
ഇപ്പം ഇത് കുറച്ച് ഫെസ്റ്റിവൽസിൽ പോയിട്ടുള്ളതാണ് നിങ്ങളിത് ചോദിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു സിനിമ അല്ല ഇത് ആക്ച്വലി. ഫെസ്റ്റിവൽ മൂഡ് എന്ന് പറയുമ്പോൾ ഫെസ്റ്റിവൽസിൽ പോയി അപ്രീഷിയേറ്റ്. ഇപ്പം ഫെസ്റ്റിവൽ സിനിമകളുടെ സ്വഭാവം മാറി. ഇപ്പം ഉണ്ട ഫെസ്റ്റിവൽ സിനിമയാണോ? പക്ഷേ ഫെസ്റ്റിവലുകളിൽ പ്രദർശിക്കപ്പെട്ടിട്ടുള്ളൊരു സിനിമ മഹേഷിന്റെ പ്രതികാരം. ഇപ്പം സിനിമകളുടെ മൊത്തം രീതികൾ ഇത് അങ്ങനെ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നിഷാദക്കയുടെ സെറ്റിൽ ആക്ച്വലി നിഷാദക്കയുടെ സുഹൃത്തുക്കളാണ് എല്ലാം, നമ്മളെല്ലാം. അപ്പം നമുക്ക് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ വീട്ടിൽ ചെന്ന് കയറുന്ന പോലെ നിഷാദക്കയുടെ സെറ്റിലോട്ട് വന്നു. ഭയങ്കര സ്വാതന്ത്ര്യവും ഭയങ്കര രസവും അതുപോലൊക്കെയാണ് എല്ലാം. ഇപ്പം ഞാൻ ഇന്നാണ് സൈജുവും നിഷാദക്കയുടെ പഴയ സൗഹൃദത്തിലുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാകും. നിങ്ങളെക്കാളും മുമ്പുള്ള സൗഹൃദമാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ്. സൈജുവിൻ്റെ ഓഫീസും എൻ്റെ ഓഫീസും ഒരേ മതിലായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ഡിസ്കസ് ചെയ്യുകയും പിന്നെ ഞങ്ങൾ ക്രിക്കറ്റ് ഒരുമിച്ച് കളിച്ചു അല്ലേ? അതെ, നെറ്റ്സിന് പോവായിരുന്നു. നെറ്റ്സ് കഴിഞ്ഞിട്ടുള്ള വിനോദം എന്ന് വെച്ചാല് നിഷാദേട്ടന്റെ മിമിക്രിയാണ്. പുള്ളി പുള്ളി എന്ന് വെച്ചാല് സിനിമ താരങ്ങളുടെ അല്ല, അതും ചെയ്യും. നമുക്ക് ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി സിനിമാക്കാരല്ലാത്ത ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പൊ അവരുടെ ഇപ്പൊ ബോളിംഗ് ആക്ഷൻ ആയിരിക്കും ഇപ്പൊ നെറ്റ്സിൽ, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യുന്ന സ്റ്റൈല്. പിന്നെ അവർ നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത് വെച്ചാൽ അവർ ഓൾറെഡി നല്ല പ്ലേയേഴ്സ് ആയിരിക്കും അവിടെ പ്രാക്ടീസിന് വരുന്നത്. അപ്പൊ നമ്മളാണല്ലോ ഈ സിനിമാക്കാർ പോയി അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അവരുടെയൊക്കെ മുമ്പിൽ ഭയങ്കര എന്താണ് മോശമായിട്ടുള്ള പ്ലേയേഴ്സ് ആണ്, ബിഗിനേഴ്സ് ആണ്. അപ്പം അവർ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതൊക്കെ ഇദ്ദേഹം കോപ്പി ചെയ്യും. ഭയങ്കര രസമാണ്. ഈ പെട്ടെന്ന് ആൾക്കാര് ബാലൻസ് കണ്ടുപിടിക്കുന്ന ഒബ്സർവേഷൻ അല്ലേ ഒരു ഡയറക്ടർക്ക് വേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞ ഈ ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ ചോദിക്കാം, സൈജു ചേട്ടൻ അങ്ങനെ ഒബ്സർവ് ചെയ്ത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനായിട്ട് കാണിച്ചിട്ടില്ല. എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടോ? ഇനി ഞാൻ നോക്കി ഇത്ര അടുത്ത ബന്ധമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും പറഞ്ഞു വരുന്നുണ്ടെ പറയും നിഷാട്ടാ കമ്മിങ് ടു കാണിക്കും. പണ്ട് മുതലുള്ള സൗഹൃദമാകുമ്പോഴേ ഇപ്പം സൈജു ചേട്ടന്റെ ഒരു ജേർണി ഉണ്ടല്ലോ, പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുമ്പോൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു യാത്ര എങ്ങനെ കാണാം? ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ് സൈജുവായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു വർഷം സൈജു ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മളെന്തൊരു ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോകാതെ സൈജു പറഞ്ഞു മീഡിയയുടെ ഒരു കളി. അപ്പോൾ സൈജുവിന് വണ്ടിയുണ്ട്. സൈജു പറഞ്ഞു ചേട്ടാ ഞാൻ ചേട്ടൻ്റെ വണ്ടിയിലായിരുന്നു. ഞാൻ പറഞ്ഞത് കാര്യം ഈ തമാശ അപ്പോൾ ഇരുന്ന് ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ ഞാൻ സൈജുവിനെ എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ സൈജുവിനെ പറഞ്ഞുകൊണ്ട് സിനിമ പറയേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ അക്ലമേഷൻ കിട്ടിയതും കൊമേഴ്ഷ്യൽ ഹിറ്റായിട്ട് സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ ആക്ച്വലി മെയിൻ ക്യാരക്ടറായിട്ട് ഞാൻ സൈജുവിനെ വെച്ചത്. വൺ ഓഫ് ദ മെയിൻ. അന്ന് മോഹിനിയാട്ടവും ഭരതനാട്യം ഒന്നും ഇല്ലാത്ത കാലം ഒന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ വന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ആ സിനിമയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല, എൻ്റെയും കുഴപ്പമില്ല. ചില സിനിമകൾ അങ്ങനെ സംഭവിക്കില്ല. അതിനുശേഷം ഞാൻ സൈജുവിനെ വാച്ച് ചെയ്യുന്നത് ഒരു ആക്ടർ എങ്ങനെ ഒരു സീനിൽ ബിഹേവ് ചെയ്യാന്നുള്ളത് ഒരു വാശിയായിട്ട് എടുത്ത ഒരാളാണ്. അതിന് സൈജു എത്ര അല്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഈ ട്രോൾ മെറ്റീരിയലൊക്കെ ഇപ്പോഴാണ് നിങ്ങളൊക്കെ കുറേ കൂടുതൽ കാണുകയും നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്. അതിനു മുമ്പ് സിനിമാ പാരഡൈസോ ക്ലബ്ബ് പോലുള്ള ക്ലബ്ബിലൊക്കെ സൈജുവിനെയൊക്കെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. എന്നെ വിമർശിക്കുന്നതിന് കാര്യമൊക്കെ എടുക്കുന്നില്ല. അപ്പോൾ എനിക്കപ്പോഴൊക്കെ സങ്കടമുണ്ട്. അതേ ക്ലബ്ബുകാർ ഇന്ന് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സൈജു കുറുപ്പാന്ന് പറയുമ്പോൾ എത്രമാത്രം സൈജു കുറുപ്പ് ഒരു ആക്ടർ എന്ന നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നില്ല. ഞാനിപ്പം ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ഞാനിപ്പോൾ മുന്നറിയിപ്പിലൊരു കുറച്ച് സീക്വൻസിലേ ഉള്ളൂ. വളരെ മനോഹരമായി ചെയ്തു. അപ്പം ഓരോ സിനിമ കഴിയുമ്പോഴും വരുന്ന മാറ്റങ്ങൾ വ്യത്യസ്തതയോടുകൂടി ചെയ്യാൻ സൈജു ചെയ്യുമ്പോൾ ഇപ്പോൾ സൈജു ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസറായി, ഇനി ഒരു ഡയറക്ടറാവട്ടെ. ആ സിനിമയിലെ അപ്പോൾ സിനിമയുടെ വിവിധ മേഖലകളിലൂടെ സൈജുവിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം അദ്ദേഹം നേടിയെടുത്തു എന്നുള്ളതാണ്. അത് ഹാർഡ് വർക്കിലൂടെയാണ്. ഇനിയിപ്പോൾ അടുത്ത് കയറി വരാൻ പോകുന്നത് പ്രശാന്ത് അലക്സാണ്ടർ ആയിരിക്കും. അയാളും ഒരു ഈക്വലി ഗുഡ് ആക്ടറാണ്. എനിക്ക് ഒരുപാട് എനിക്കൊരു ഫ്രണ്ട് എന്ന നിലയിലല്ല, ഒരു ബ്രദർ എന്നല്ല, അതിനപ്പുറം ചില കഥാപാത്രങ്ങളൊക്കെ മനസ്സിൽ വരുമ്പോൾ എഴുതി തുടങ്ങുമ്പോൾ ഇത് പ്രശാന്ത് മതി എന്ന് ഞാൻ ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാനൊരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഡയറക്ടർ സാത്താണ് ഡയറക്ടർ. അപ്പോൾ അതിനകത്ത് ഒരു ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറാണ്. അയാളോടാണ് എല്ലാം പറയുന്ന ഒരു സീക്വൻസാണ്.
അപ്പോൾ സത്യം പറഞ്ഞാൽ അതാരും ചെയ്താലും മതി. പക്ഷെ ഞാൻ സാധാരണ ഇത് പ്രശാന്ത് ചെയ്താൽ കൺവിൻസിങ് ആയിരിക്കും. പ്രശാന്ത് ഒന്നും ചോദിച്ചില്ല, എടാ എൻ്റെ പടം ഞാൻ അഭിനയിക്കുന്നത്, നീ വരണം. കഥ പോലും ചോദിച്ചില്ല, ചോദിച്ചു വന്നു. അതാണ് ആ ഒരു ബോണ്ടിങ്. പിന്നെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് പ്രശാന്തിന് പറഞ്ഞത് ഇതിൽ സംഭവം ഉണ്ടല്ലോ, മരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് മാത്രമല്ല, വളരെ നല്ല സജഷൻ, ആ സിനിമയിലെ ഏറ്റവും നല്ലൊരു സജഷൻ തരികയും അത് ഡയലോഗിലൂടെ ഞങ്ങൾ അപ്പം തന്നെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട് ഈ ആർട്ടിസ്റ്റോട്. ഇപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആക്ടേഴ്സുമായിട്ട് ചെയ്യുമ്പോൾ വേറെ തലവേദനകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവരെല്ലാവരും നല്ല ആക്ടേഴ്സാണ്. ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന ഇവരെല്ലാവരും എൻ്റെ സിനിമയിൽ അഭിനയിച്ച് സ്മിനു ആയാലും മഞ്ജുപിള്ളയാണെങ്കിലും മഞ്ജുപിള്ളയായിട്ടും എനിക്ക് ഇതേപോലത്തെ ഒരു ബോണ്ടുണ്ട്. ഒരു ഇപ്പം ഏത് നിമിഷവും മഞ്ജുപിള്ളയെ കൊണ്ട് കയറി വരാം. അപ്പോൾ അതുകൊണ്ട് അത് ചെറുപ്പം പോലെ എനിക്കറിയാവുന്നതാണ്, ഫാമിലി ഫ്രണ്ട്സാണ് അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോൾ ഇവർ ഈ 4 പേര് ഇവിടെ ഇരിക്കുന്ന 4 പേരും എൻ്റെ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചവരാണ്, നന്നായിട്ട് ഉൾക്കൊണ്ട് ചെയ്തവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമാണ്, സന്തോഷമാണ്. ഇപ്പം ഒരു ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പം 40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കരിയർ സെറ്റിൽ ആവണം, നല്ല സിനിമകൾ ചെയ്യണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ അത്തരത്തിലുള്ള നല്ല സിനിമകൾ ഒരു സ്പെഷ്യൽ എൻട്രി സ്പെഷ്യൽ എൻട്രി നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ല. ഹായ്. മഞ്ജുശേഷിനെ കുറിച്ച് ഇപ്പം ഡയറക്ടർ സാർ പറഞ്ഞതേ ഉള്ളൂ, കളക്ടറായിട്ടുള്ളൊരു റോളാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അതിനു മുമ്പ് വർഷങ്ങളായിട്ടുള്ള പരിചയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയും, കഥാപാത്രത്തെ കുറിച്ച് പറയും. സിനിമയുടെ കഥാപാത്രം അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കളക്ടറുടെ വേഷമാണ്. പിന്നെ എനിക്ക് നിഷാദിക്കായിട്ടെന്ന് വെച്ചാൽ നിഷാദിക്കയുടെ ഫാദറും എൻ്റെ ഫാദറും ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ഒരു ക്ലബിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് നിഷാദിക്ക ട്രിവാൻഡ്രത്തായിരുന്നു, അച്ഛനിപ്പോഴും ട്രിവാൻഡ്രത്താണ്. ക്ലബിലായിരുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ ആൾക്കാർ വെള്ളം അടിക്കാൻ അതുകൊണ്ടല്ലോ നിഷാദിക്കയുടെ വാപ്പയുടെ കാര്യം. അവരവിടെ മറ്റേ ബാഡ്മിന്റൺ പിന്നെ അങ്ങനെയുള്ള ക്ലബിലായിരുന്നു. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എൻ്റെ അച്ഛൻ VSSC-ലായിരുന്നു. സോ അങ്ങനെ അന്ന് മുതലേ അറിയാവുന്നൊരു ഇതാണ്. അപ്പം ആക്ച്വലി നിഷാദിക്ക എന്നെ ഒരു 4-5 പടത്തിന് വിളിച്ചിട്ട് ഞാൻ പോയില്ല. ഓരോന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞല്ല ഞാൻ ആക്ച്വലി അല്ല അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി എനിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് ചെയ്യാൻ പറ്റാതെ വരികയും അവസാനം മറ്റേ പടം അന്വേഷണത്തിന്റെ തുടക്കത്തിൽ എന്നെ വിളിച്ചിട്ട് ലാസ്റ്റ് അതും എനിക്ക് 2-3 മാസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം വിളിക്കുന്ന നിന്നെയാ, നീ ഈ പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ ഇനി നീ എൻ്റെ പടത്തിൽ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ മാനസികമായിട്ടൊക്കെ ഭീഷണിപ്പെടുത്തി ഒക്കെ അതിൽ അഭിനയിച്ചാണ്. അത് കഴിഞ്ഞ് ഇതിൽ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ പൊന്നിക്ക ഞാനില്ല, കാരണം ഇക്ക വിളിച്ചു കഴിഞ്ഞാൽ നോന്ന് പറയാനും പറ്റത്തില്ല, നമ്മുടെ ഡേറ്റിൻ്റെ പ്രശ്നം വരും, നീ നിൻ്റെ ഡേറ്റ് പറ. ഇക്ക കുറേ ഡേറ്റ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഇല്ല ഇക്ക ഡേറ്റില്ല നീ നിൻ്റെ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു. ഞാൻ ആകെ ഒരു 3-4 ദിവസം ഡേറ്റ് കൊടുത്തു, ഇത്ര ദിവസമേ ഉള്ളൂ, ആ ഡേറ്റ് ഞാൻ വെച്ചു, നീ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. നിഷാദിക്കയുടെ കംഫർട്ട് സോണിലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ, ഞാൻ ഇദ്ദേഹം പ്രശാന്തൊക്കെ ആക്ച്വലി സിനു ഒക്കെ ആ ഒരു ഗാങ്ങിൽ എനിക്കൊന്ന് അതൊരു അത്ഭുതമായി. ഇവര് നമ്മളെക്കാട്ടി മുമ്പേ ഉള്ള ചേച്ചിക്കാട്ടി മുമ്പിലല്ല, ഞങ്ങളെക്കാട്ടിലും മുമ്പേ ഉള്ള ഫ്രണ്ട്സാണ് ഇവര്. സൈജു എനിക്ക് തോന്നുന്നു ഇതിലാണ് അഭിനയിച്ചത്. എനിക്കൊന്ന് ഇത് പറഞ്ഞ പോലെ വിളിച്ച് ലാസ്റ്റ് ഭീഷണിപ്പെടുത്തി അഭിനയിപ്പിച്ചത്. ഞാൻ ഇതുവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഇവിടെ ഒന്ന് ഭീഷണിപ്പെടുത്തി, അത്ര അഹങ്കാരം പാടില്ലല്ലോ. ആ അഹങ്കാരമൊക്കെ കുറയ്ക്കാതെ വിചാരിച്ചു നമ്മൾ, അത്രേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ ഞാനിപ്പോൾ പറയുന്നില്ല, ഈ സിനിമ പുറത്തിറങ്ങി കഴിയുമ്പോൾ ശില്പ IAS-ന്റെ റോൾ എന്താന്നുള്ളത് അപ്പോഴാണ് അറിയാം. സത്യം എനിക്കിപ്പോഴും ഞാൻ ഡബിങ്ങിന് കണ്ടതാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് കുറേ പറഞ്ഞു, കണ്ട ആൾക്കാർ മറ്റേ സ്പെഷ്യൽ ഇതൊക്കെ വെച്ചു, സ്ക്രീനിങ് ഒക്കെ വെച്ച സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ എന്നെ വിളിച്ച് പറയുമ്പോഴും എനിക്കിപ്പോഴും അതിലും നല്ല ക്യാരക്ടേഴ്സും ആർട്ടിസ്റ്റുകളും അതിലുണ്ട്. എന്നെ വെറുതെ തള്ളുന്നതാണ്. എനിക്കറിയില്ല. ഈ 4 പേരിലും ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് കൊടുത്ത് ഇപ്പം സെറ്റിൽ വന്നിട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു ആക്ടർ ആരായിരിക്കും? അതെന്തൊരു ചോദ്യമാണ്. അങ്ങനല്ല ഞാൻ എന്തായാലും അങ്ങനെയല്ല, 4ാമത്തെ ടേക്കിലൊക്കെ ഞെട്ടിച്ചാണ്. അല്ലല്ല, സൈജു ഓരോരുത്തരായിട്ട് പറയുകയാണെങ്കിൽ സൈജു
കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും. ഡൗട്ട്. അത് നല്ലതാണ്. അതായത് ഇതെങ്ങനെയാണ്, ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ എൻ്റെ രീതി എങ്ങനെയാണ്, അത് ഒരു 5 മിനിറ്റ് സൈജുവിന് കൊടുത്താൽ സൈജു നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുകളിൽ ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിഹേവ് ചെയ്യാൻ മിടുക്കനാണ്. ആ ക്യാരക്ടർ എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാക്കി കൊടുക്കണം ആദ്യം തന്നെ. പക്ഷേ പുള്ളിയുടേതായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്, ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിലുള്ള ഷോർട്സേ എടുക്കത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു കോംപ്ലിമെൻ്റ് തന്നു, ചേട്ടാ ആവശ്യമുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ ചോട്, വളരെ സന്തോഷം എന്ന് പറഞ്ഞ കാര്യം അങ്ങനെയാണ് ചേട്ടാ, അങ്ങനെ അത് അല്ലെങ്കിൽ ചില സിനിമകളിൽ സംഭവിക്കാറുണ്ട്. അതായത് അസോസിയേറ്റ് എന്ന് പറയും, ചേട്ടാ എന്നാൽ പിന്നെ 2 ലൈൻ മുമ്പേ തുടങ്ങിക്കും. ഈ 2 ലൈനൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്, ഇപ്പോൾ തുടങ്ങിക്കും. അതായത് ചുമ്മാ ഒന്ന് തുടങ്ങിക്കോളാൻ. നമ്മൾ ഈ വലിയ ഡയലോഗ് ആയിരിക്കും, ഈ 2 ലൈൻ തന്നെ പറയണ വലിയ പാടുവിട്ടാണ്, അപ്പോഴാണ് 10 ലൈൻ. അപ്പം അവരോട് പറയാല്ല, അത് നമ്മൾ ഓൾറെഡി എടുത്തല്ലേ, ഇനിയിപ്പോൾ അത് പറയണോ, ക്യൂ ആയിട്ട് ചെറുത് ഒരു സാധനം പറഞ്ഞാൽ പോലെ. അപ്പം ഞാൻ പറയുന്ന പിന്നെ ഡയറക്ടറോട് ചോദിക്കും. അപ്പോൾ ഡയറക്ടറോട് പോയി ചോദിക്കാൻ അവർക്ക് പേടിയായിരിക്കും ചിലവർക്ക്. അപ്പോൾ ചേട്ടാ ഒന്ന് പറഞ്ഞേക്കുന്നത്, പിന്നെ നമ്മൾ ആദ്യം തൊട്ട് ഈ പറഞ്ഞ തന്നെ വീണ്ടും പറയാം. അപ്പോൾ അത് കറക്റ്റായിട്ട് പറയും, ബാക്കി ഇതിൻ്റെ വേണ്ടത് തെറ്റും. അതിപ്പോൾ എനിക്ക് വിനോദ് കടാമംഗലമൊക്കെ ആയിട്ടുള്ളൊരു സീക്വൻസിൽ സൈജുവിൻ്റെ പെർഫോമൻസ് വളരെ മനോഹരം. അതുപോലെ തന്നെ എനിക്കിനകത്ത് ഞാൻ മഞ്ജു, സൈജു, റിജു ശിവദാസ് അവരൊക്കെ ആയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അതിപ്പം ഒരു ഏറ്റവും പവർഫുൾ സീനാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യമേ പറയേണ്ടി വന്നിട്ടുള്ളൂ. ഈ പറയുന്ന പോലൊന്നുമല്ല, അയാൾ കറക്റ്റായിട്ട് ചെയ്യും, ഒരു ടെൻഷനും ഇല്ലാതെ. പിന്നെ ഇത്തിരി വിനയം കൂടുതലാണ് ഇവർക്കൊക്കെ, അതിൻ്റെ ഉള്ള കുഴപ്പം. എനിക്ക് ഇത്തിരി വിനയം കുറവുമാണ്, അതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് വിനയം കൂടുതലൊന്നുമില്ല. അല്ലല്ല, നമ്മളിങ്ങനെയാണ്. ഞാൻ മുഷിപ്പിക്കില്ലെന്നേ ഉള്ളൂ, വിനയം കൂടുതലില്ല, മുഷിപ്പിക്കില്ല. അപ്പോൾ മഞ്ജുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, മഞ്ജു വേഴ്സറ്റൈൽ ആക്ടറാണ്. ഉർവശി കഴിഞ്ഞാൽ മലയാള സിനിമയിൽ കയറി വരാവുന്ന ആ റേഞ്ചിലേക്ക് പോകാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് മഞ്ജു പിള്ള. അപ്പം ഞാൻ എന്തുകൊണ്ട് മഞ്ജു പിള്ളയെ കുറച്ച് എൻ്റെ സ്വാതന്ത്ര്യം കൂടിയാണ്, പ്രശാന്തിനോടുള്ള സ്വാതന്ത്ര്യം പോലെ എനിക്ക് മഞ്ജുവിനോട് സ്വാതന്ത്ര്യമുണ്ട്. നീ വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ, പക്ഷേ ഞാൻ കൊടുക്കുന്ന ക്യാരക്ടർ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരിക്കണം. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മിസ്സസ് മഞ്ജു പിള്ള പറയും, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. കാര്യം അതാണ് ഞാൻ ആ ക്യാരക്ടറിനെ വെച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ അന്വേഷണ തുടക്കത്തിലാണെങ്കിലും ഇതാണെങ്കിലും ലേക്കാണെങ്കിലും ഡെഫിനറ്റായിട്ട് എനിക്ക് വളരെ എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തരുന്ന ഒരു ആക്ടറാണ് മഞ്ജു പിള്ള. ഇപ്പോൾ മഞ്ജു പിള്ള, ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ് സ്ക്രിപ്റ്റിൽ. ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള വളരെ വലിയ ക്യാരക്ടർ. മഞ്ജു അഭിനയിക്കും, കഥ പറയുമ്പോൾ തന്നെ വന്നോളും, എനിക്കറിയാം, ഉറപ്പുണ്ട്. അപ്പോൾ അത് ആണ് മഞ്ജു പിള്ളയുള്ളത്. പ്രശാന്ത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ്. എന്നെ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുക, അത് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. അവൻ പണ്ട് എന്നെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഒരു കാര്യമില്ലാതെ. പക്ഷേ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് വന്നാൽ ഒരു മടിയുമില്ലാതെ ആദ്യം സംസാരിക്കുന്ന ഒരാളാണ് പ്രശാന്ത്. പ്രശാന്തിനോട് സംസാരിക്കാൻ പ്രശാന്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയണം, കൊള്ളാവെന്ന് ചോദിക്കും, കൊള്ളാവെങ്കിൽ കൊള്ളാമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഒരു ആക്ടർ എന്ന നിലയിൽ അയാൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അയാളൊരു ഒരു ഗംഭീര ആക്ടറാണ്. സ്മിനു സിനിമയിൽ വരാൻ വേണ്ടി വന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല. ശ്രീനിയേട്ടൻ്റെയൊക്കെ ഒരു പരിചയത്തിൽ വന്ന ശേഷം കിട്ടുന്ന കഥാപാത്രങ്ങളെ തന്മയത്തോടുകൂടി അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത്. അപ്പോൾ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ചില കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ ഈ സിനിമയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഇതുവരെ അവർ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ഞാൻ ഈ കെട്ടിയോളാണ് മാലാഖ ഉൾപ്പെടെയുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് ഉൾക്കൊള്ളാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ടി.ജി. രവിചേട്ടൻ, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം യൂസഫ് എന്നുള്ള ക്യാരക്ടർ വളരെ മനോഹരമായി ചെയ്യും. അദ്ദേഹത്തിന് മധ്യപ്രദേശ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ കിട്ടുകയും ചെയ്തു ഈ പടത്തിന്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ, ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടറാണെങ്കിലും സോഹൻ്റെ ആണെങ്കിലും പ്രശാന്ത് മുരളി, ഒരുപാട് താരങ്ങളുണ്ട്. അത് ഇങ്ങനെ ഒരു 40 പേര് കുറച്ച് ഒരു പടം എടുക്കില്ല. അത് പുള്ളിയുടെ എനിക്കിതൊന്നും എവിടെയോ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ സിനിമയിൽ ഇത്ര ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലില്ല, അമ്മയിൽ വേറെ ആരും കൊടുക്കുന്നില്ല, ഞാനേ ഉള്ളൂ അമ്മയോട് അവരൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഞാൻ ചില കാര്യത്തിൽ സെൽഫിഷാണ്. അത് ചില കഥാപാത്രങ്ങൾ
ആർട്ടിസ്റ്റ് ചെയ്താലേ നടക്കത്തുള്ളൂ എന്ന് എന്തോ ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. പുതിയ ആളുകൾക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ 3 പ്രവാസികൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. നീത മനോജ്, ഫിറോസ് അബ്ദുള്ള, ബിജു കാസിം, ഷീജ വക്കപ്പാടി, അവരൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഓരോ കഥാപാത്രം ചെയ്യുന്നുണ്ട്. എല്ലാ സിനിമയിലും ആരെങ്കിലും പുതുതായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ ചില ക്യാരക്ടേഴ്സ് അറിയാതെ ആർട്ടിസ്റ്റ് തന്നെ ചെയ്താൽ മതി എന്നൊരു തോന്നൽ എന്നാണ്. ഞാൻ ഒരുപാട് പേര് വിമർശിക്കാറുമുണ്ട്. ഈ കണ്ടമാന ആർട്ടിസ്റ്റ് എന്തിനാന്നൊക്കെ ചോദിക്കും. പക്ഷേ എന്തോ എൻ്റെ ഒരു വീക്ക്നെസ് ആണത്. ഇതിപ്പോ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഒരു ഇത്ര വർഷം കഴിഞ്ഞാൽ ഇപ്പം മലയാള ഇൻഡസ്ട്രിയിൽ നല്ല സിനിമകൾ ചെയ്യണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. പലപ്പോഴും നല്ല സിനിമകൾ വരാതെ വരുമ്പോൾ ഈ ഗോളൊക്കെ നമ്മുടെ പ്ലാനൊക്കെ തെറ്റിപ്പോകും. പക്ഷെ അതെങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്യണേ? വെരി ടഫ് ഒന്നുകൂടെ ചോദിക്കാൻ അതായത് അതിന് ഉത്തരം ഞാൻ പറയാം. ഞാൻ എൻ്റെ ഉത്തരം പറയാം. അപ്പോൾ ഏകദേശം പിടികിട്ടും. അപ്പോൾ അത് ആലോചിച്ച് അല്ല, അതായത് അതൊക്കെ ദൈവമായിട്ട് കൊണ്ടു തരുന്നതായിട്ടാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് കറക്റ്റായിട്ട് സിനിമയിൽ ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മോളുണ്ടാകുന്നത്. അപ്പോൾ സോ എൻ്റെ മോളെ എനിക്കൊരു മെയ്ഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മോളുടെ കാര്യങ്ങൾ നോക്കി അവളുടെ പഠിത്തങ്ങൾ നോക്കിയിട്ട് ഞാൻ വർക്കുകൾ കുറച്ചു. ആ സമയത്ത് മഴവിൽ മനോരമയിൽ ലളിതാമ്മയായിട്ട് തട്ടിമുട്ടി എന്ന് പറഞ്ഞൊരു പരിപാടി. അത് ഓഫീസിൽ പോകുന്നില്ല. രാവിലെ 8 മണിക്ക് പോയാൽ വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ വീട്ടിൽ വരാം. എനിക്ക് മോളുടെ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മോള് വലുതായപ്പോൾ അവൾ തന്നെ പറഞ്ഞു, ഒരു 10th +2 ഒക്കെ ആയപ്പോൾ അവൾ തന്നെ പറഞ്ഞു, അമ്മ ഇനി എന്തിനാണ് അമ്മ കയറി കുത്തിയിരിക്കുന്നത്? അമ്മയ്ക്ക് കാരണം അത്രയും ഗ്യാപ്പായി സിനിമയിൽ. വെള്ളിമൂങ്ങ പോലുള്ള സിനിമകൾ ഞാൻ വേണ്ടാന്ന് വെക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും ഗ്യാപ്പായപ്പോൾ പോയിട്ട് എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്തും പോയിട്ട് ചാൻസ് ചോദിച്ചും എനിക്ക് ശീലമില്ല. എനിക്കൊരു ചമ്മല വിളിച്ചിട്ട് എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നൊരു ചമ്മലാണ്. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഗോഡ്സ് ഗ്രേസ് എന്ന് പറയാം ഹോം വരുന്നത്. ആ സമയത്ത് കോവിഡായിരുന്നു. അപ്പോൾ എല്ലാം ഒത്തു വന്നത് അങ്ങനെയാണ്. മോള് +2 കഴിഞ്ഞു, 10th കഴിഞ്ഞു, +1 ആ സമയത്ത് പറഞ്ഞു ഇനി എന്നെ നോക്കണ്ട, ഇനി എന്നെ നോക്കാൻ എനിക്കറിയാം. അമ്മ ഇനി കയറിയിരിക്കരുത്, അമ്മയ്ക്ക് അറിയാവുന്ന ആകെയുള്ള തൊഴിൽ അഭിനയമാണ്, അമ്മ അത് ചെയ്യണം, ഇനി ചെയ്യണം. ഞാൻ പറഞ്ഞു വരട്ടെ, ചെയ്യാം. പക്ഷേ ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഹോം വന്നു. ഹോം ചെയ്തു. അത് റിലീസാവുന്നത് എനിക്കൊന്ന് കുറേ കഴിഞ്ഞിട്ടാണ്. തിയേറ്റർ ഉണ്ടായിരുന്നില്ല. തിയേറ്ററിൽ നിന്ന് നേരെ അത് OTT-യിലേക്ക് റിലീസാവുകയും തിയേറ്ററിൽ ഇറങ്ങുന്നതിനെക്കാട്ടിലും ഹിറ്റായി ആ സിനിമ. ഐ മീൻ പ്രേക്ഷകർക്കിടയിൽ അത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാവുകയും അങ്ങനെ മഞ്ജു വീണ്ടും അഭിനയിക്കുമെന്ന് അറിഞ്ഞ സിനിമയിൽ എനിക്ക് വീണ്ടും വേഷങ്ങൾ വരികയും അതിൽ നിന്ന് നല്ലത് നോക്കി തിരിച്ചെടുക്കാൻ പറ്റി. ആ സമയത്ത് മനോരമയിൽ ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്തൊരു പ്രോഗ്രാമാണ് ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി. അത് മാനസികമായിട്ടും ഫിനാൻഷ്യലിയും ഒക്കെ എന്നെ സ്റ്റേബിൾ ആക്കിയ ഒരു പ്രോഗ്രാമാണ് ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി. അതിപ്പോൾ ഒരു 6ാമത്തെ വർഷമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വെച്ചാൽ അവർ നേരത്തെ ഇത് തരുന്നതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. സിനിമയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വളരെ നല്ല ക്യാരക്ടേഴ്സ് തന്നെ തേടി വരുന്നുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ടൈം മാനേജ്മെൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ആരും ഇന്ന സമയമാവട്ടെ നമുക്ക് അഭിനയിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എനിക്കൊന്ന് സൈജു ഒക്കെ ഈ പറഞ്ഞ പോലെ കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലേ ഈ പറഞ്ഞ നല്ല ക്യാരക്ടേഴ്സ് കിട്ടാനായിട്ടൊക്കെ അല്ലേ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷമാണ് കിട്ടിയത്. അപ്പം അങ്ങനെ നമുക്ക് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് അല്ലല്ലോ. നമുക്ക് ഒരു വർഷം ഗ്യാപ്പ് എടുത്തിട്ട് ആൾക്കാർ മറന്നു. ഒരു വർഷമൊക്കെ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പിന്നെ സൈജു തരംഗമാണ്. സൈജുന് എങ്ങനെയാ തോന്നുന്നത്? അതായത് നിങ്ങള് ഇടയ്ക്ക് ഗ്യാപ്പ് ഈ പറഞ്ഞല്ലേ, അതായത് ഇപ്പം നമുക്കൊരു ഗോൾ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു 40 വർഷം കഴിഞ്ഞാൽ ഈ 40 വയസ്സിന് ശേഷം ഞാൻ സിനിമയിൽ സജീവമാണ്, ഈ സമയം കൊണ്ട് എനിക്ക് ഇത്ര സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ ആ രീതിയിൽ സിനിമകൾ നമ്മൾ അടുത്തേക്ക് എത്തണമെന്നില്ല. അപ്പൊ അതെങ്ങനെ ബാലൻസ് ചെയ്യുക ഒരു ആക്ടർ നിലയിൽ? ഇതിലേക്കാണ് ഫുൾ കോൺസെൻട്രേറ്റ്. എനിക്ക് പിന്നെ ടാർഗറ്റ് ഇല്ലായിരുന്നു. ഇല്ല, എനിക്ക് എന്താണ് ഈ ടൈപ്പ് ക്യാരക്ടർ, അതായത് ഞാനിപ്പോൾ ഒരു ദിവസത്തെ ക്യാരക്ടർ ചെയ്യില്ല, അല്ലെങ്കിൽ 10 ദിവസത്തെ തന്നെ ക്യാരക്ടർ വേണം, അല്ലെങ്കിൽ ഹീറോ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വില്ലൻ പറ്റില്ല. എനിക്ക് ജോലിയായിരുന്നു ആവശ്യം. സിനിമ ഞാൻ കരിയറായിട്ട് ചൂസ് ചെയ്തത് 2006 ഈ കോർപ്പറേറ്റിലെ സെയിൽസ് പ്രഷർ കാരണം ഞാൻ പിന്നെ ഓൾറെഡി മയൂഖവും ലയണും ആ സമയം കൊണ്ട് ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ സിനിമ എന്തായാലും നമ്മൾ അഭിനയിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഹിറ്റാവും. പിന്നെ ഞാൻ നല്ല ആക്ടറാണെന്നുള്ളതായിരുന്നു എൻ്റെ വിചാരം. അപ്പം എങ്ങനെയെങ്കിലും നമ്മൾ സർവൈവ് ചെയ്യുമെന്നുള്ളൊരു വിചാരമായിരുന്നു. അപ്പം അങ്ങനെ കോർപ്പറേറ്റ് വിട്ടിട്ട് നമ്മൾ സിനിമയിലേക്ക് വന്നു. പക്ഷേ
ഈ പറഞ്ഞ പോലെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിചാരം ഞാൻ ഭയങ്കര പെർഫോമൻസ് ആണ്. പക്ഷേ ഇത് പടങ്ങളും അങ്ങനെ വർക്കാവുന്നില്ല. ഹിറ്റ് പടങ്ങളിൽ ഞാൻ അഭിനയിച്ചു, പക്ഷേ എനിക്ക് അതുകൊണ്ടൊരു ക്യാരക്ടർ കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ വലിയ ഗ്യാപ്സ് ആയിരുന്നു, 3 months 4 months ഇങ്ങനെ സിനിമകളില്ലാണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ എല്ലാ മാസവും നമ്മുടെ ഇപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ വാടക നമുക്ക് ഇത്രയും ചിലവുണ്ടല്ലോ, ഈ ചിലവ് നമുക്ക് മീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ കിട്ടണം. അപ്പോൾ അതുകൊണ്ടൊരു ആ ടാർഗറ്റിലായിരുന്നു, അതായത് ഇത്രയും സിനിമകൾ ചെയ്യണം, ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. അല്ല, അതാണ് കുട്ടി ചോദിച്ചത്. ഈ നമ്മൾ പറഞ്ഞ ലോണും റെന്റൊക്കെ അടഞ്ഞു പോകാനേ അതിനെന്ത് നമ്മൾ ചെയ്യുന്നു എന്നാണ് കുട്ടി ചോദിച്ചത്. ഭാര്യ വർക്കിംഗ് ആയിരുന്നു. എനിക്കതുമില്ലായിരുന്നു. അതായത് ഞങ്ങൾ അറ്റ് എ ടൈം ഒരാളെ വർക്ക് ചെയ്യുള്ളൂ. ഞങ്ങൾ കല്യാണം കഴിച്ച് 1 വർഷം വരെ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തു. പിന്നെ കുഞ്ഞായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുറേ നാൾ റെഗുലറായിട്ട് വർക്കില്ലായിരുന്നു. അപ്പോൾ റെഗുലറായിട്ട് അനു ജോലി ചെയ്തു. 2012 എനിക്ക് ട്രിവാൻഡ്രം ലോഡ്ജ് കിട്ടുന്നു. താങ്ക്സ് ടു VKP അനൂപ് മേനൻ എനിക്ക് ബ്രേക്ക് കിട്ടുന്നു. 2015 വൈഫ്, അപ്പം എനിക്ക് റെഗുലറായിട്ട് പടങ്ങൾ 2-3 വർഷം കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും 2015 ഷീ ടുക്ക് എ ബ്രേക്ക്. അപ്പം എനിക്ക് വർക്കില്ലാത്തപ്പോഴത്തേക്കും എന്നെ പറ്റി ഇപ്പം ഞാൻ നേരെ തിരിച്ച് ചെയ്യുന്നു. ഇങ്ങനെയാണല്ലോ നമ്മൾ പോകേണ്ടത്. അപ്പം അതുകൊണ്ടായ ചേട്ടാ പറയൂ. നമ്മളങ്ങനെ ഒരു പറഞ്ഞല്ലോ, എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ബഞ്ചേച്ചിയൊക്കെ. അപ്പം അവരൊക്കെ പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പിന്നെ നമ്മൾ എയിം വെക്കാന്ന് പറയും. അപ്പം സിനിമയിൽ പണിയൊന്നും, സിനിമ നടനാവുകയും ചെയ്തു, സിനിമയിൽ വേഷങ്ങളോട്ട് വരുന്നുമില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ ലക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, വിക്രം 45ാമത്തെ വയസ്സിലാണ് സേതു. അപ്പോൾ അത് ഭയങ്കര പ്രചോദനമായിരുന്നു. അപ്പം പിന്നെ അതായി അത്രയും സമയം കിടപ്പുണ്ടല്ലോ. ഇപ്പം 50 വയസ്സിന് ശേഷം വന്ന ആരെങ്കിലും എയിം വെച്ച് മുന്നോട്ട് പോയാൽ കൊള്ളാം. പ്രകാശ് വർമ്മ. പ്രകാശ് വർമ്മ പക്ഷേ ആഡ് ഫിലിമിലൊക്കെ വേറെ ഓൾറെഡി പുലിയാണല്ലോ. അതെ, വേറെ പുലിയാണ്. ടു ബി വെരി ഫ്രാങ്ക്, സിനിമയിൽ നമുക്ക് എയിം ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് എത്തുക എന്നുള്ളത് വേറൊരു നിയോഗമാണ്. അത് എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അങ്ങനെ എയിം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയല്ല. കാരണം ഇത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ് സിനിമ. ഒത്തിരി ആൾക്കാരുടെ എഫേർട്ടും ഒത്തിരി ആൾക്കാരുടെ ശ്രമങ്ങളും ഒന്നിച്ച് വരുമ്പോഴാണ് ഒരു സിനിമ തന്നെ യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ നമ്മൾ മാത്രമായിട്ടൊരു കാര്യം എയിം ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ടീം ഗെയിമാണ്. അപ്പം ഒത്തിരി ഘടകങ്ങൾ ഒന്നിച്ച് വന്നാൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ മുമ്പ് ചോദിച്ചൊരു കാര്യം, നല്ല പടങ്ങൾ തിരഞ്ഞെടുക്കുക, മോശ പടങ്ങൾ ഒഴിവാക്കുക എന്നൊക്കെ പറയത്തില്ലേ. അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത എല്ലാ പടങ്ങളും നല്ല പടങ്ങളാണെങ്കിൽ ഈ പടങ്ങളെല്ലാം ഓടണ്ടേ. അപ്പം നമ്മൾ മോശം പടങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്നത് നമ്മളുടെ തോന്നലിൽ മോശമായി പോയ പടങ്ങളാണ്. നമ്മളുടെ തോന്നലിൽ ശരിയായ പടങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ നമ്മളുടെ തോന്നലിൽ മോശമായിട്ട് നമ്മൾ പലരും വിട്ടിട്ടുള്ള പടങ്ങൾ സൂപ്പർ ഹിറ്റുകളായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മളുടെ സെലക്ഷൻസും നമ്മളുടെ തോട്ട് പ്രോസസ്സുമാണ്. അപ്പം സിനിമ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ്. അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇത് നല്ലതേത്, ചീത്തയേത്, സക്സസ് ഏത്, പരാജയം ഏത് എന്നുള്ളത്. അപ്പം കൊമേഴ്ഷ്യലി സക്സസ് ആയ ഒരു സിനിമ കൊമേഴ്ഷ്യലി സക്സസ് ആയി എന്ന് വെച്ച് അത് ഒരു വിജയമാണെന്ന് ചിലപ്പോൾ അവകാശപ്പെടാൻ പറ്റത്തില്ല. പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതൊരു പരാജയമാണെന്നും കൊമേഴ്ഷ്യലി പരാജയപ്പെട്ടുകൊണ്ടൊരു സിനിമ മോശമാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിനപ്പുറത്ത് വിജയിച്ച പല പടങ്ങളും പിന്നീട് ആൾക്കാർ കാണാത്ത സിനിമകളായിട്ട് മാറിയിട്ടുണ്ട്. ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് പോവുകയും പിന്നീട് TV വന്നാലും അല്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞാലോ റിപ്പീറ്റ് വാച്ചിന് പോലും നമുക്ക് തോന്നാത്ത സിനിമകളുണ്ട്. എന്നാൽ തിയേറ്ററിൽ ഓടാത്ത, ഇപ്പോൾ പത്മരാജൻ സിനിമകൾ പലതും തിയേറ്ററിൽ ഓടാത്ത സിനിമകളാണ്. അതെല്ലാം നമ്മൾ റിപ്പീറ്റ് ആയിട്ടിരുന്ന് കാണുന്നുണ്ട്. ചിലത് കാലങ്ങളെ അതിജീവിച്ചു. അതും ഇതൊന്നും സക്സസ്ഫുൾ, ഇതിനൊന്നും ഒരു ഫൈനൽ വാക്ക് സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലില്ല. അതുപോലെ തന്നെയാണ് നടൻ്റെ കാര്യം. നമ്മൾക്ക് എയിം പറഞ്ഞില്ല, നമുക്ക് ഈ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ പറയാം, നിങ്ങൾ ലക്ഷ്യം വെച്ച് മാനിഫെസ്റ്റ് ചെയ്ത് പോകണമെന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ നടക്കുമായിരിക്കാം. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇത് വേറെ ഒത്തിരി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമായതുകൊണ്ട് അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും റിയലിസ്റ്റിക്കായിട്ട് സിനിമയെ സമീപിക്കുന്ന ആൾക്കാർ വെക്കാറുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, ദൈവമേ എനിക്ക് ഇങ്ങനൊരു വേഷം കിട്ടിയാൽ കൊള്ളാം, എനിക്ക് ഈ പ്രായത്തിലെങ്കിലും എനിക്ക്
ഇച്ചിരി കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ട കൊള്ളാം. നമ്മൾ ആഗ്രഹിച്ച് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് നമുക്കത് ലഭിച്ചേക്കാം. മഞ്ചേച്ചി പറഞ്ഞാൽ ദൈവാനുഗ്രഹം, പ്യുവർ ദൈവാനുഗ്രഹത്തിന് പുറത്ത് ഇതൊക്കെ നടക്കത്തുള്ളൂ. സ്മിന ചേച്ചിക്കും ഇതേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും സിനിമയിൽ വരുമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്നോ കരുതിയ ഒരു വ്യക്തിയല്ല. 2010 ശ്രീനേട്ടൻ ഫാമിലിയായിട്ടുള്ള ഒരു പരിചയമാണ് ഇന്ന് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. 2015 സ്കൂൾ ബസ്സിൽ ശ്രീനേട്ടനാണ് ഓഡിഷൻ ഇത് വന്ന് പറഞ്ഞു വിട്ടത്. പിന്നെ 2018 ശ്രീനേട്ടൻ്റെ നായികയായത് മറ്റേ ഞാൻ പ്രകാശനിൽ ഞാൻ ഒരുപാട് ഒഴിഞ്ഞു മാറാൻ നോക്കിയത്, പക്ഷേ ശ്രീനേട്ടൻ സമ്മതിച്ചില്ല. അങ്ങനെ സിനിമയിലെത്തി. അതുകൊണ്ട് എനിക്കിന്ന് ജീവിതത്തിൽ എൻ്റേതായ ഒരു നിലനിൽപ്പുണ്ടായി. ശ്രീനേട്ടൻ എന്ന ആൾ കാരണമാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഒരിക്കലും സിനിമയിലെത്തുമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവണമെന്ന്. സ്പോർട്സ് ആയിരുന്നു, ഹാൻഡ്ബോൾ, നാഷണൽ ഹാൻഡ്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷെ ഒന്നും എത്തിയിട്ടില്ല. കുടുംബം പിള്ളേരെ അങ്ങനെ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് എനിക്കറിയില്ല, ദൈവത്തിന് നേരിട്ട് വന്ന് എല്ലാവരെയും ഓരോ വ്യക്തികളിലൂടെ അല്ല അങ്ങനെ വന്ന് എൻ്റെ ഭൂമിയിലെ ദൈവമായിട്ട് ഞാൻ കാണുന്ന ആളാണ് ശ്രീനേട്ടൻ. ശ്രീനേട്ടൻ എന്നൊരാൾ കാരണമാണ് ഇന്ന് ഞാനിന്ന് ഇവിടെ എനിക്ക് എൻ്റെതായ പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ വരെ പറ്റുന്നതും. ശ്രീനേട്ടനാണ് എനിക്ക് എന്തിനും ഒരു ഉത്തരം. സിനിമ എന്നത് ശ്രീനേട്ടൻ തന്നെയാണ് എനിക്ക് അവസാനവും ആദ്യവും വാക്ക്. എൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് ഈ ധ്യാനോട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2010 ശ്രീനേട്ടനൊക്കെ പച്ചക്കറി കൃഷി തുടങ്ങിയ ടൈമിൽ നമുക്ക് ഇറച്ചിക്കോഴിയുടെ വളർത്തും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് 40-41 ദിവസം കഴിയുമ്പം ചിക്കൻ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അറക്കപ്പൊടിയും ഇതുമെല്ലാം ഇത് ചെയ്യും. അത് നമ്മൾ ശ്രീനേട്ടനാണ് അത് വളമായിട്ട് മാറും. അപ്പം ശ്രീനേട്ടൻ എൻ്റെ അങ്കിളിൻ്റെ ഫ്രണ്ടാണ് ശ്രീനേട്ടൻ. എനിക്ക് എക്സ്പോർട്ടിങ് ലൈസൻസിൻ്റെ ഒരു കാര്യത്തിന് ഞാൻ എറണാകുളത്ത് വരുമ്പോൾ അങ്കിള് USA അങ്കിള് വരുമ്പോൾ ഞങ്ങളും കൂടെ വന്ന് അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ബിസിനസ്സാന്ന് പറഞ്ഞപ്പോൾ ശ്രീനേട്ടൻ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഒരിക്കലും ഞാൻ സിനിമയെ പറ്റിയോ അല്ലെ ഒന്നും ചോദിച്ചിട്ട് ഞാൻ ഒത്തിരി ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഞാൻ എന്നിട്ട് ശ്രീനേട്ടനോട് അവസാനം പറഞ്ഞാൽ ശ്രീനേട്ടൻ്റെ മരിക്കാൻ കിടക്കുന്ന അമ്മയോ വല്യമ്മയോട്ടെ മൂക്കി പഞ്ഞു വെച്ചാൽ മതിയല്ലോ, ശ്വാസം വലിക്കാതെ കിടക്കാം, അതിന് ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് ചോദിച്ചിട്ടില്ല, അഭിനയിക്കുന്നുവെന്ന് ചോദിക്കാതെയാണ് എന്നെ എല്ലാം. പക്ഷേ ശ്രീനേട്ടൻ കണ്ടുവന്നത് മോശമാകാതിരിക്കാനുള്ള എൻ്റെ ശ്രമമായിരിക്കാം, എൻ്റെ ശ്രീനേട്ടൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം ഞാൻ ഇന്ന് ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് അതിനപ്പുറം എൻ്റെ കഴിവെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന രാസലീല എന്തായാലും ചോദിക്കാതെ പോകാൻ പറ്റില്ല. കാരണം ഇന്നലെ മുതൽ എല്ലാവരുടെയും സ്റ്റോറി റീപോസ്റ്റ് ഒക്കെ ചെയ്യുന്നത് രാസലീലയെ കുറിച്ചാണ്. ഇപ്പൊ ഞാൻ നോക്കുകയാണ്, ഭരതനാട്യം കഴിഞ്ഞിട്ട് മോഹിനിയാട്ടം വരുന്ന സമയത്ത് ആളുകൾക്ക് എന്താവും, ഇപ്പോൾ ഓൾറെഡി തിയേറ്ററിൽ വിജയിച്ചില്ല, OTT ഭയങ്കര വലിയ വിജയമായി. ആ ഒരു ജേർണിയിൽ തന്നെ ചിലപ്പം സഹിച്ചേട്ടൻ അത് ഉണ്ടാവും. പക്ഷെ രാസലീല വരുമ്പോഴത്തേക്ക് ഭരതനാട്യം തിയേറ്ററിൽ പോയില്ലേ? അപ്പം രാസലീല എന്ന് പറയുന്നത് ഞങ്ങൾ അത്രയധികം കാത്തിരിക്കുകയാണ് ആ സിനിമ. ഇത് രണ്ട് ഫീലും രണ്ട് തരത്തിലാണല്ലോ. അതെങ്ങനെയാ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ നോക്കിക്കാണേ? ആദ്യം ദുഃഖം, പിന്നെ സന്തോഷം. ഭരതനാട്യം പക്ഷെ ഒരു കാര്യത്തിൽ സന്തോഷം ഉണ്ടായി. നമുക്ക് കാശ് കിട്ടിയില്ലെങ്കിലും പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും OTT അത് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് പടം പ്രൊഡക്ഷൻ അത് ബോക്സ് ഓഫീസിൽ വാഷ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ അത് ഒരു ഭയങ്കര മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 28th ഡേ ആമസോണിൽ നമ്മൾ റവന്യൂ ഷെയറിങ്ങിനാണ് അവിടെ തരുന്നത്, പേപ്പർ വ്യൂ. അപ്പോൾ അവിടെ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഭയങ്കരമായിട്ടത് ഒരു ബ്ലാസ്റ്റ് തന്നെയായെന്ന് പറയാം. അപ്പോൾ ഒരു സമാധാനം കിട്ടി. ഓക്കെ, ഞാൻ അതോടെ പരിപാടി അവസാനിപ്പിച്ചതാണ്. ഇനിയിപ്പം പ്രൊഡക്ഷൻ പരിപാടി ഇല്ല ഒന്നും. എനിക്ക് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ വന്നതിന് ശേഷം. അതുകൊണ്ട് ഒരു പടം അങ്ങനെയാണ് ഭരതനാട്യത്തിൽ തോമസ് ഏട്ടൊക്കെ ഞാൻ ചോദിച്ചത്. പക്ഷെ പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നപ്പോഴത്തേക്കും നാച്ചുറലി വീണ്ടും ഞാൻ കോ പ്രൊഡ്യൂസർ ആകേണ്ടി വന്നു. ഇനിയിപ്പോൾ തേർഡ് വരുമ്പോഴത്തേക്കും തേർഡിലും ഞാൻ കോ പ്രൊഡ്യൂസറാണ്. സോ ദിസ് ടൈം നമുക്ക് ബോക്സ് ഓഫീസിലും തിയേറ്ററിലും ഇതിലും നമ്മുടെ OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ നമുക്ക് ഒരേപോലെ നമുക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ പറ്റി. ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മോഹിനിയാട്ടത്തിലെ ഓരോ ഡയലോഗുകൾ ഇപ്പൊ ആളുകൾക്ക് കാണാപ്പാടായി. പല റീൽസും ആ സമയത്ത് പോയത് താഴെ കമന്റ്സ് ഇടും, നിങ്ങളുടെ ഫേവറേറ്റ് ഡയലോഗ് ഏതാന്ന്. അതിൽ ഞങ്ങൾ എല്ലാവരും
ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ ഡയലോഗ് ഉണ്ടാവും. സൈച്ചേട്ടന്റെ ഫേവറേറ്റ് ഡയലോഗ് ഏതാ ചോദിക്കുകയാണെങ്കിൽ? എനിക്ക് ബേബിജിന്റെ മിക്കവാറും ഡയലോഗ്സ് ഒക്കെ ഇഷ്ടമാണ്. ആ നല്ല പഞ്ച് ഡയലോഗ്സ് ആയിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ സുഭാഷിന്റെ അഭിരാമിന്റെ, പിന്നെ കലാരഞ്ജിനി ചേച്ചിയുടെ, നന്ദു ചേട്ടന്റെ. സോറി പറയാൻ വിട്ടുപോയി, നിങ്ങളെ 2 നായികമാരും ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീ ചേച്ചി ഉണ്ടായിരുന്നു, കലച്ചേച്ചി ഉണ്ടായിരുന്നു. ഇന്ന് ഗസ്റ്റ് ആയിരുന്നു ഫുൾ ഡേ. അതിനെ കുറിച്ചായിരുന്നു ചർച്ചയൊക്കെ. പിന്നെ നന്ദു ചേട്ടന്റെ അതാണ് ഡോഗിനെ കൊടുക്കുന്ന എന്റെ ഫേവറേറ്റ്, ചോക്കണ്ട വിഴുങ്ങിയാ മതി എന്ന് പറയുന്ന ഡയലോഗ്. അതെ അങ്ങനെ ഇവരുടെയൊക്കെ. നിങ്ങളുടെ ഓരോരുത്തരുടെ സിനിമ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഉണ്ടോ അങ്ങനെ? ബേബിജൻ്റെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഇഞ്ചിന് മാറത്തില്ലല്ലേ പറയുന്നത്. പിടിച്ച മീറ്ററിൽ ഒരു ഇഞ്ച് മാറില്ല. മനുഷ്യ കയറി ഉണ്ടോ? അല്ല, എനിക്ക് സ്ട്രൈക്ക് ചെയ്തതും ക്യാരക്ടറിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്, അതായത് സിനിമയെ കണക്ട് ചെയ്യുന്നൊരു ഡയലോഗ് അബി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിറാം. കഴിഞ്ഞ എന്താണ് ഇവൻ ഇന്റർവെല്ലിന് മുമ്പേ കയറി ഫസ്റ്റ് ഹാഫ് ഫുൾ പടം നോക്കിയിട്ട് പറ്റാത്തത് അവൻ ഫസ്റ്റ് ഹാഫിന് മുമ്പിൽ കയറി. അത് കഴിഞ്ഞ പടത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പടത്തിൽ നമുക്ക് അപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വരും, ഭരതനാട്യം ഓർമ്മ വരും. അത് ഭയങ്കര, ഇപ്പൊ ഞങ്ങള് ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ് സിനിമ. മോഹിനിയാട്ടം വന്ന സമയത്ത് റിപ്പീറ്റ് ആയിട്ട് ആളുകൾ വീണ്ടും വീണ്ടും പോയി കാണുകയാണ്. അപ്പം എനിക്ക് സുരാജിന്റെ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നടക്കാൻ പോകുമ്പോൾ ആ നടപ്പൊക്കെ അതൊരു കലച്ചേച്ചിയുടെ ഡയലോഗ്, ആ പാമ്പ് ചത്തുമോനെ. അത് അടയങ്കപ്പാന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ ഡയലോഗ്, അത് ഭയങ്കര. എനിക്ക് എൻ്റെ ഒരു ഡയലോഗ് ഇഷ്ടം, ഇപ്പം സുരാജ് മരിച്ചു കിടക്കുവാണ്. അപ്പം ഞാനത് കൺഫേം ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ഊതി ഇങ്ങനെ ഇക്കിലെടുത്ത് നോക്കുന്നു, പക്ഷേ എന്നിട്ട് ഞാൻ പറയണം മരിച്ചു എന്ന്. അപ്പോൾ നേരത്തെ കൺഫേം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ശ്രുതി പറയുന്നത് ഞങ്ങൾ നേരത്തെ കൺഫേം ചെയ്തതാണ്. അപ്പോൾ കലച്ചു തരണം, നീ വന്നിട്ട് നീ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ശരി, ഞാൻ നാട്ടിൽ വലിയ സീരിയൽ കില്ലറാണല്ലോ, വന്നതുകൊണ്ട് സജഷൻ തരാം. ആ ഡയലോഗ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ രാസലീല നമ്മൾ നെക്സ്റ്റ് ഇയർ 2027 ലാസ്റ്റ് ക്വാർട്ടറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതെ അതെ, 2028 റിലീസ്. അതെ, അപ്പം ദാസൻ അതിൻ്റെ ഇടയ്ക്ക് 1-2 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതിനകത്ത് ഒന്ന് ദാസൻ എഴുതുന്നു, ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട്. പിന്നെ ദാസൻ എഴുത്തും പിന്നെ സംവിധാനവും ചെയ്യുന്ന ഒരു സിനിമയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് വരാൻ. അപ്പൊ ആരാധകർ കുറച്ച് ശാന്തരാവണം സിനിമക്കായിട്ട്. അപ്പൊ നമ്മുടെ എല്ലാവർക്കും തിയേറ്ററിൽ വരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒരു വലിയ വിജയമാവട്ടെ ഞാൻ ഇതും ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.